ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ഒത്തിരി എക്സോസ്റ്റഡ് ആയിട്ട് പോവല്ലേ. ഒന്നിനൊരു മോട്ടിവേഷൻ ഇല്ല, ഒന്നും ചെയ്യാനൊരു ഉഷാറില്ല. അതുപോലെ നമുക്ക് പല അസുഖങ്ങൾ കൊണ്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ എല്ലാ ഏരിയാസിലും നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട്. എനിക്കും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയ്യെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് മാറാം, അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഹെൽപ്ഫുള്ളായ കുറച്ച് ഹാബിറ്റ്സാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ ശരിക്കും ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി ഇമോഷണലി എല്ലാം ഡൗൺ ആയി പോയായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ നമുക്ക് തോന്നത്തില്ല. തുണികൾ മടക്കാനോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാനോ എല്ലാം ഒരു ബേർഡനായ പോലത്തെ ഒരു ഫീലായിരുന്നു. വേഴ്സ് പാർട്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും തോന്നുന്നില്ല, പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയ പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, എന്തെങ്കിലും ഒരു പുതിയ ഒരു ദിവസം ആകുമ്പോൾ ഇത് ശരിയാവും എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നാലും പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് പുറമേ ഒന്നും മാറത്തില്ല, നമ്മളാണ് നമ്മുടെ ഉള്ളിൽ മാറേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഒരു പെട്ടെന്നൊരു ബിഗ് ചേഞ്ച് അല്ല, ഒരു പെട്ടെന്ന് നമുക്കത് ചെയ്യാനും പറ്റില്ല. ചെറിയ ചെറിയ ഹാബിറ്റ്സിൽ കൂടെ നമുക്ക് ചെറിയ ഷിഫ്റ്റ് ഉണ്ടാക്കി എടുക്കാനേ പറ്റുള്ളൂ. അതുപോലെ എന്താ പറയുക, ഈ ചെറിയ ചേഞ്ചസാണ് നമ്മുടെ ലൈഫിലെ ഈ ഒരു പ്രത്യേക ഫീലിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വിചാരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം ശരിയാവും, ഒരു എനർജി വരുമ്പോൾ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ വരുമ്പോൾ ഓർഗനൈസ് ചെയ്യാം. പക്ഷെ ആ ഒരു ഫീലിംഗ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ജോലികൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ക്ഷീണവും വന്നു, അതുപോലെ തന്നെ ഒരു ഗിൽറ്റി ഫീലിങ്ങും വരും. പിന്നെയാണ് മനസ്സിലാവുന്നത് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതായത് മോട്ടിവേഷനല്ല ആദ്യം വരുന്നത്, നമ്മൾ ആക്ഷനാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് കാര്യമാണെങ്കിലും ജസ്റ്റ് ഒരു ചെറിയ സമയത്തിന് ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ നമുക്ക് അത് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായി. അപ്പോൾ ആ ഒരു ചെറിയ സ്റ്റെപ്പാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രഷർ ഒഴിവാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ളത്, നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒരു ചെറിയ സമയം, ടൈമർ ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തായാലും ആ ഒരു 5 മിനിറ്റല്ലേ ചെയ്യാനുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ മോർണിംഗ്സ് നമ്മൾ ഒരുപാട് റഷ് ചെയ്യാതെ, സ്ട്രെസ്ഫുൾ ആവാതെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ ചെക്ക് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി കിച്ചണിൽ ജോലി ചെയ്യുന്നതിന് പകരം എന്താ പറയുക, ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കാമായി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഫോൺ നോക്കാതെ അന്നത്തെ ദിവസത്തിന് ഒന്ന് താങ്ക് യു പറഞ്ഞ്, പിന്നെ പയ്യെ കുറച്ചൊന്ന് സ്ലോ ആയി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത്, ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്ത്, ഒന്ന് റഷ് ചെയ്യാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ തന്നെയും നല്ല ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു കാര്യമാണ് കേട്ടോ. ആദ്യമേ തന്നെ ഫോൺ നോക്കത്തേയില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു 10 മിനിറ്റ് ഒന്ന് കാം ഡൗൺ ആവാനും എല്ലാം നമ്മൾ ചെയ്യും. പിന്നെ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കും, ജസ്റ്റ് പുറത്തോട്ട് നോക്കും, പ്രെയർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഫോണോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളാവോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു മോർണിംഗ്സ് ഈസി ആക്കാൻ തുടങ്ങി, ഡേ തന്നെ കുറേയും കൂടി പ്രൊഡക്റ്റീവായിട്ട് മാറാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഡേ നമ്മൾ കാമായിട്ട് തുടക്കുമ്പോഴത്തേനും നമുക്ക് എല്ലാം കുറച്ച് ഈസി ആൻഡ് മാനേജബിൾ ആയിട്ട് തോന്നും. അതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇൻഫർമേഷനാണല്ലേ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കലി മാത്രമല്ല നമുക്ക് ക്ഷീണം തോന്നുക, മൈൻഡും അങ്ങ് ഓവർലോഡാകും. ഒരുപാട് ചിന്തകളും അതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും എല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, പ്ലാൻ ചെയ്യാൻ, പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിക്കും. അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ എക്സോസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാം ഒന്ന് എഴുതാം.
നമ്മൾ ബ്രെയിൻ ഡംപ് ചെയ്യാന്നല്ലേ നമുക്ക് ചെയ്യേണ്ട ലിസ്റ്റുകൾ, ചെറിയ ചെറിയ നോട്ട്സ്, പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വറീസ്, ഇതെല്ലാം ഒന്ന് പേപ്പറിലോട്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തലയിലെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് ഒഴിവാകും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഹാബിറ്റ് തന്നെ നമുക്ക് കുറേയും കൂടി ഒരു ബ്രെയിനിലൊരു സ്പേസ് കിട്ടിയ പോലെ തോന്നി. മുന്നേ ഞാൻ ചെയ്യുമായിരുന്നു, എന്നാലും ഇടയ്ക്കൊരു ബ്രേക്ക് വന്ന് നമുക്ക് കാര്യങ്ങൾ ഈസി ആവുമ്പോഴും നമ്മൾ പിന്നെ ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതും നമ്മൾ മടി വരുമല്ലോ. അങ്ങനെ പിന്നെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്രയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സങ്കടം വരും, എനിക്കതില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു നമ്പർ 1 റീസണാണ് നമ്മുടെ ഒരു സന്തോഷം കളയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഓർഗനൈസിങ് വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കണം കാണുമ്പോൾ, അവർ പെർഫെക്റ്റ് ലൈഫ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കിതില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും ഉള്ളതാണോ? ഇതിവർ മീഡിയയുടെ മുമ്പിലല്ലേ ഇതുള്ളൂ, ഇവരുടെ ബാക്കിലുള്ള ലൈഫിൽ റിയൽ ആണോ ഇത്? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ബ്ലെസ്സിങ്സ് നമ്മൾ കാണാൻ തുടങ്ങും. നമ്മളെപ്പോഴും അവരുടെ ബെസ്റ്റ് പാർട്ടേ കാണുന്നുള്ളൂ, അതിൻ്റെ ബാക്കിലുള്ള സ്ട്രഗിൾസ്, അല്ലാതെയുള്ള സ്ട്രഗിൾസ് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിർത്തും. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ഫോക്കസ് ചെയ്യും, നമ്മുടെ സ്പീഡ്, അതുപോലെ നമ്മളുടെ റിയാലിറ്റി, ഇതിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യും. അതുപോലെ നമുക്കുള്ള ബ്ലെസ്സിങ്സ്, എത്രയോ ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും ബ്ലെസ്സിങ്സ് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ പീസ്ഫുള്ളായിട്ടിരിക്കാനും സമാധാനമായിട്ടിരിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറേ ലോങ് ടു ഡു ലിസ്റ്റ് എഴുതിയാലും ചിലപ്പോൾ നമുക്ക് അതെല്ലാം സക്സസ്ഫുള്ളായി കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് അപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്ത ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ അന്നത്തെ ദിവസം ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കി, അതൊരു വിന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ കുറച്ചെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്തു, അതെല്ലാം നമ്മൾ ഒരു വിന്നായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മളൊരു വലിയ ടാസ്ക് ചെയ്തില്ലെങ്കിലും അതിനൊന്ന് ബിഗിൻ ചെയ്താൽ തന്നെയും അതും സക്സസ് ആയിട്ട് തന്നെ കണക്കാക്കുക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങും. നമുക്ക് ആ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് വരാനും തുടങ്ങും. അതുപോലെ നമുക്ക് നല്ല ടയേർഡ് ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബോഡീനെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അതുപോലെ എന്താ പറയുക, നമ്മുടെ മൈൻഡിന് ഇഷ്യൂ വരുമ്പോഴത്തേനും നമ്മുടെ ബോഡിയും ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട്സ് ചെയ്യാനും ഒന്നും ഒരു എനർജി തോന്നത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ എനർജി ഉള്ളത്, ചെറിയ എനർജി ഉള്ളെങ്കിൽ നമ്മളൊരു ചെറിയ വാക്കിന് പോവുക, അല്ലെങ്കിൽ ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ സമയം കൊടുക്കുക നമ്മുടെ ബോഡി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അതിന് മുന്നേ നമ്മൾ ഒത്തിരി ഹെവി വർക്കൗട്ട്സിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കും. നമുക്കൊരു പെർഫെക്ഷൻ ഇമേജ് ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ. അത് ചെയ്യാതെ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഇപ്പം കുറച്ച് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പയ്യെ നമ്മൾ എനർജി തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് എന്നുള്ളത്. നമുക്ക് പലപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. അത് നല്ല പാടാണ്. പക്ഷേ നമുക്ക് അത് മൈൻഡിൽ റെസ്റ്റ് ഇസ് ഓൾസോ പ്രൊഡക്റ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നത് ഒരു വേസ്റ്റായിട്ട് തോന്നത്തില്ല അല്ലേ. അപ്പോൾ എന്താ പറയുക, റെസ്റ്റ് ഒരിക്കലും ഒരു മടിയല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പം നമുക്ക് ചില സമയത്ത് നമുക്കൊരു ബ്രേക്ക് എടുക്കണം തോന്നി. ഈവൻ ഡയറ്റിങ്ങിൽ നിന്നും വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാം നമ്മളൊരു ഗിൽറ്റ് ഇല്ലാതെ ഓവർ തിങ്ക് ചെയ്യാതെ ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ടൊരു സന്തോഷം വരും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടാവും.
അതുപോലെ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഭാഷ, അത് പലപ്പോഴും നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചിലപ്പം എനിക്കത് പറ്റിയില്ല, ഞാനത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിവില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്നുണ്ടാവും, നമ്മൾ മറ്റുള്ളവർ നമ്മുടെ വിഷമത്തിൽ കൂടെ പറയുന്നുണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നർ ടോക്ക്, അത് നമ്മൾ എപ്പോൾ അങ്ങനത്തെ ഒരു ടോക്ക് വരുന്നോ അതിനെ നമ്മൾ മാറ്റിയിട്ട് യു ആർ ഡൂയിങ് ഫൈൻ എന്ന് നമ്മൾ പഠിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബിലീഫ് നമ്മുടെ സബ് കോൺഷ്യസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം തന്നെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ട് കുറച്ചും കൂടി ലൈറ്റർ ആവാനും കോൺഫിഡൻ്റ് ആവാനും നമ്മൾ ശ്രദ്ധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പെർഫെക്ഷൻ നോക്കാതെ ഒരു സമാധാനത്തിൽ കൂടെ ചെയ്യുക. എപ്പോഴും ഒരു പെർഫെക്റ്റ് ഓർഗനൈസ്ഡ് ഹോം, പെർഫെക്റ്റ് റുട്ടീനായിരിക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വരും. കാരണം പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് നടക്കത്തേ ഇല്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫോക്കസ് അങ്ങ് മാറ്റുക. ഇത് പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതെനിക്ക് ഒരു സമാധാനം തരുന്നുണ്ടോ, അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെയും എല്ലാം മാറും അല്ലേ. നമ്മുടെ വീട് ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമുക്കൊരു സമാധാനം അവിടെ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ദിവസവും നല്ലതായിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സ് ഉണ്ടാവും. ചില ദിവസം നമുക്ക് ഒട്ടും നല്ല ലോ ആയിട്ട് തോന്നും, ഒട്ടും പ്രൊഡക്റ്റീവായിട്ട് തോന്നത്തില്ല. അപ്പോൾ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഡേയ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സമയത്തും ഇതും കടന്നു പോവും. ഒരു ലോ ഡേ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് എന്ന് നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ പറ്റണം. ഇത് കടന്നു പോവും, ഉടനെ തന്നെ ഇതെല്ലാം മാറും. കാരണം നമുക്ക് നമ്മുടെ മുന്നത്തെ മൊമെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ലോ മൊമെൻറ്റ്സിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട് അല്ലേ, എല്ലാ ദിവസവും. പിന്നെ ഇതുപോലെ ലോ മൊമെൻറ്റ്സ് ഉണ്ടായാലാണ് നല്ല മൊമെൻറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ദാറ്റ്സ് ഓക്കെ. സ്ലോ ഡേയ്സ് ആണെങ്കിലും ലോ ഡേയ്സ് ആണെങ്കിലും ഐ ആക്സെപ്റ്റ് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം കുറച്ച് ടയേർഡായിട്ടും ലോ ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കുറച്ചൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവർനൈറ്റ് ചേഞ്ച് ആവേണ്ട കാര്യമില്ല. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ഹാബിറ്റ് കൊണ്ടുവരിക. ആ പുതിയൊരു ഹാബിറ്റ് ഒരു 1-2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റോ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത ദിവസവും കണ്ടിന്യൂ ചെയ്യുക. ഓരോ ദിവസത്തിനെ അറ്റ് എ ടൈം 1 ഡേ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് മുന്നോട്ട് ചിന്തിക്കാതെ ഇന്നത്തെ ദിവസം എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് നോക്കുക. നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്നതിൽ ഒത്തിരി നന്നായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ബിലീവ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് ഒരുമിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പതുക്കെ പീസ്ഫുള്ളി നമുക്ക് എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. നമ്മുടെ ഡേയ്സ് ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും അതിനെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.